ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കണേ ഹെൽത്തി ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ എന്താ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒന്നാകെ വെള്ളം ഒഴിച്ചെടുക്കണ്ട, ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം വെള്ളം കുറവാണോ കൂടുതലാണോ എന്നൊക്കെ. അപ്പോൾ ഇത് വെള്ളം കുറവായത് കാരണം ഞാൻ ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നല്ല പാകമാണ്. ഞാനത് മിക്സിയിലിട്ടിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാവ് മിക്സി ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഫൈനായിട്ട് ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകമാണ്. ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് ചുടാൻ നേരത്തെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ചൂടാൻ നേരത്തെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടാലോ. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ചട്ടിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടിക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നല്ല ഹെൽത്തി സോഡാപ്പൊടി ഇടാനുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതിട്ട്, നിർബന്ധമില്ല. സോഡാപ്പൊടി ഇടുമ്പോൾ ഹെൽത്തി ആവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ദോശ ഇവിടെ നല്ല സെറ്റായിട്ട് വന്ന് നിൽക്കണം. നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ഇടണം എന്നില്ല കേട്ടോ. റവ ഉണ്ടെങ്കിലെടുത്ത് അപ്പോൾ സോഡാപ്പൊടി ഇടണ്ട. ഞാൻ കുറച്ചൊന്ന് നെയ്യുള്ളവർക്ക് നെയ്യൊക്കെ തൂവി കൊടുക്കാം. ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കിയതാണ്. എൻ്റെ അടുത്ത് റവ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ഇട്ടത്. പിന്നെയും പറയണത് അതുകൊണ്ടാട്ടോ. അപ്പോൾ സോഡാപ്പൊടി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ ദോശ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ കറിയോ എന്ത് കറിയാണോ അത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വെറുതെ തിന്നാം. കറി ഇല്ലാത്തവർക്ക് വെറുതെയും കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാകുമ്പോൾ വെറുതെയും കഴിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണാനോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് വീഡിയോയുമായി ഉടൻ വരാം. ബൈ. അസ്സലാമു അലൈക്കും.